ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കുറച്ച് മനോഹരമായ പാട്ടുകളും മധുരമുള്ള വിശേഷങ്ങളുമായി റേഡിയോ ലേമിൽ ഹൃദയപൂർവ്വമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പെയ്തിറങ്ങിയൊരു കുളിർമഴ പോലെ നമ്മൾ മടുക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ചിലരുടെയൊക്കെ ടെലിഫോൺ ശബ്ദങ്ങൾ നമുക്ക് അങ്ങനെയാണ്. ചുറ്റിലും ഒരു തീച്ചൂടാണെങ്കിൽ പോലും നമ്മളിൽ മാത്രം ഒരു മഴ സദാസമയം പെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിലെ നമ്മളെ നനയിക്കുന്ന മഴ. നമുക്ക് പ്രിയപ്പെട്ട ചിലരുടെ ശബ്ദങ്ങൾ ഒരു നിലാമഴ പോലെയാണ്. അങ്ങ് ദൂരെ നിന്നും ഒഴുകിയെത്തുന്ന ഒരു ശബ്ദത്തിലൂടെ മാത്രം നമ്മൾ കാണുന്ന ലോകം. പ്രിയപ്പെട്ട ആ ശബ്ദത്തിൽ നിന്നും കിട്ടുന്ന ഊർജവും കരുതലും ധൈര്യവും ചിലപ്പോൾ സ്നേഹവും പ്രണയവും ഒക്കെ ആയിരിക്കാം പലരെയും ജീവിപ്പിക്കുന്നത്. നമ്മളിലെ നമ്മൾ രൂപപ്പെടുന്നതും പലതായി തളിർക്കുന്നതും അങ്ങനെയാണ്. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടതായി മാറിയ ചില ശബ്ദങ്ങൾ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ നിന്നുപോകും. ചുമട് താങ്ങികളില്ലാത്ത വഴിയോരങ്ങൾ പോലെ പെട്ടെന്ന് നമ്മുടെയും വഴിവക്കുകൾ ഭാരം താങ്ങി തളരുന്നത് പോലെയാകും. ചിലർക്കൊക്കെ ചില ശബ്ദങ്ങൾ നിന്നുപോകുമ്പോൾ ഒരു യുഗം നിലച്ച പോലെയാണ്. ഒട്ടും ഭാരമില്ലാതെ ഒരു മഹാസാഗരം പോലെ ചലിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചേമ്പിലയിൽ വീണ ഒരു ജലകണം പോലെ ഉരുണ്ട് താഴേക്ക് വീഴും. കാണാപ്പുറങ്ങൾക്കപ്പുറം കെട്ടിപ്പടുത്ത ഗന്ധർവലോകം കൊയ്ത്തു കഴിഞ്ഞ് ഉഴുതുമറിച്ച നെൽപ്പാടം പോലെയാകും. ഇത്തരം നഷ്ടങ്ങൾ ചിലരിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ ചെറുതൊന്നുമല്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വരെ ചിലപ്പോൾ എന്തിനെന്നറിയാതെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഓർമ്മകളുടെ തോരാമഴകൾ നനഞ്ഞ് പനി പിടിച്ച് കാലങ്ങളോളം ബോധമില്ലാതെ നടക്കും. സ്വയം ഒരു ഉയർത്തെഴുന്നേൽപ്പിന് പോലും ശ്രമിക്കാതെ ആ ഒരു ശബ്ദത്തിനായി വീണ്ടും കാത്തിരിക്കും. ദിനരാത്രങ്ങൾ ഇന്നലകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകളുടെ ലാസ്യഭംഗിയിൽ നിർത്താതെ പാടിയ പാട്ടുകൾ ഇനിയും വരിതെറ്റാതെ പാടാൻ കൊതിക്കും. അവസാന പിടിയുമിട്ട് താഴേക്ക് ഊർന്നു വീഴുന്ന ഇലകളിൽ നിശ്വാസത്തിന്റെ ചൂട് മായാതെ നിൽക്കുന്നു. ചില ശബ്ദങ്ങൾ പിന്നീട് കേൾക്കാതെയാകുമ്പോൾ ചിലർക്ക് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ട പോലെയാണ്. പ്രത്യേകിച്ച് പ്രണയമാകുമ്പോൾ ആത്മാവ് എപ്പോഴും മുറിപ്പെടും. നികത്താനാവാത്തൊരു ശൂന്യത അവിടെ രൂപപ്പെടും. ഓർമ്മകളൊക്കെ വന്ന് നഖശതം ചാർത്തി പോകുമ്പോൾ ഒരു മലകയറ്റം പോലെ മനസ്സ് വല്ലാതെ ക്ഷീണതയാകും. അഗാധമായ ഗർത്തമാണെന്നും അവിടെ താൻ തനിച്ചാണെന്നുമുള്ള തോന്നൽ. കണ്ണിലേക്ക് ഇരച്ചു കയറുന്ന ഇരുട്ടിൽ നഷ്ടപ്പെട്ട ശബ്ദത്തെ തിരയുമ്പോൾ ഒരൊറ്റ വര കൊണ്ട് ഭൂപടം വരയ്ക്കുന്ന പോലെ ഒരു വാക്കുകൊണ്ട് നഷ്ടത്തെ എഴുതി ചേർക്കും. കാൽവഴുതി വീഴുന്ന ഇറക്കങ്ങളെ ഉൾക്കാഴ്ച കൊണ്ട് അടയാളപ്പെടുത്താൻ പഠിക്കും. സ്വയം ഉടഞ്ഞു വീണ് ഒരു പകർന്നാട്ടത്തിന് തയ്യാറാകും. അതിവേഗം ഓടുന്നൊരു വണ്ടി പോലെ നമ്മൾ സജീവമാകും. എല്ലാം മറക്കാതെ മറന്ന് പ്രിയപ്പെട്ട ആ ശബ്ദത്തെ മറവിയുടെ ആഴമുള്ള ഒരു കുഴിയിലേക്ക് ഉപേക്ഷിച്ച് ആർക്കും വായിക്കാൻ കഴിയാത്തൊരു പുസ്തകം പോലെ നമ്മൾ യാത്ര തുടരും. ഓരോ മനുഷ്യനും പലപ്പോഴും സ്വയം ജയിക്കാൻ അവനോട് തന്നെ യുദ്ധം ചെയ്യേണ്ടതായി വരും. പലയാവർത്തി യുദ്ധം ചെയ്ത് തോറ്റിട്ടാകും നമ്മൾ വിജയത്തിലെത്തുക. ആഴക്കടലിൽ വഴിതെറ്റി കറങ്ങുന്നൊരു കപ്പലിനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന നാവികന്റെ മിടുക്കുപോലെയാണ് നമ്മളോടുള്ള നമ്മുടെ ഓരോ യുദ്ധവും. പ്രകാശം നഷ്ടപ്പെട്ട തെരുവിൽ ബന്ധനമേതുമില്ലാതെ രാത്രിയിലും വെളിച്ചം നിറയുമ്പോൾ പഴയ പോലെ നമ്മളും സ്വതന്ത്രമായൊരു വെട്ടം പോലെ ഒഴുകിപ്പരക്കും. വളരെ ലാഘവത്തോടെ ഒരു പുസ്തകം വായിച്ചു തീർക്കും പോലെ ഓരോ ദിവസങ്ങൾ. കൈനീട്ടി തൊടാവുന്ന ദൂരങ്ങൾ, ചില പാട്ടുകൾ, ചില കാഴ്ചകൾ പഴയ ശബ്ദത്തെ ഓർമ്മപ്പെടുത്തുമെങ്കിലും നമ്മൾ വഴിമാറി നടക്കും. അരികു ചേർന്ന് പെയ്യുന്ന മോഹമഴയിൽ നനയാതെ ചെറുപുഞ്ചിരിയോടെ അങ്ങനെ കാലങ്ങൾ കടന്നു പോകും. അപ്രതീക്ഷിതമായൊരു ഫോൺ വിളിയിൽ ആ പഴയ ശബ്ദം, എത്ര കാലം കഴിഞ്ഞാലും മാഞ്ഞു പോകാത്ത അതേ ശബ്ദം. ഒരു തുലാവർഷം നമ്മളിലേക്ക് ഒരു ഇടിയോടുകൂടി പെയ്തിറങ്ങും. എത്ര പെയ്താലും നനയാത്ത വിധത്തിൽ നമ്മൾ കുടച്ചൂടി നിൽക്കും. ഓർമ്മകളുടെ ശബ്ദരേഖയിൽ പതിഞ്ഞു കിടക്കുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ടാകും അല്ലേ? എല്ലാം പ്രണയമാകണമെന്നില്ല. പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം. ആ മരം നിറയെ കൂടുകളാണ്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പക്ഷികൾ. ഒരു മരം അതിൻ്റെ ആയുസ്സിൽ എത്ര പക്ഷികളുടെ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ടാകും? എത്ര പക്ഷികളുടെ പ്രണയവും വിരഹവും ജനനവും മരണവും കണ്ടിട്ടുണ്ടാകും? സ്വന്തം കോടുപേക്ഷിച്ച് ആ മരം ഉപേക്ഷിച്ച് എത്ര കിളികൾ പറന്നു പോയിട്ടുണ്ടാകും? യാത്ര പറയാതെ പോയ എത്ര പേർ തിരികെ വന്നിട്ടുണ്ടാകും? പലപ്പോഴും ഒഴിഞ്ഞ കൂടുകൾ പുതുക്കി പണിഞ്ഞ് പുതിയ കുടുംബങ്ങൾ താമസത്തിനെത്തും. അതിനുള്ളിൽ ഒരു ജീവിതം കുറുകുമ്പോൾ പോകെ പോകെ കുഞ്ഞു കിളിക്കഞ്ചലുകൾ കണ്ണു തുറക്കും. എത്ര കുഞ്ഞുങ്ങൾക്കാണ് ഒരു മരം അച്ഛനും അമ്മയുമാകുന്നത്? ഒരു മരത്തിന്റെ ജീവിതം ധന്യമാകുന്നത് അങ്ങനെയാണ്. ചില ഒറ്റപ്പെട്ട മരങ്ങളിൽ ഒരു കിളിക്കൂട് മാത്രമേ ഉണ്ടാകൂ. അതിൽ
ഇണയെ നഷ്ടപ്പെട്ട ഒരു കിളി നിർത്താതെ കരയുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് മരച്ചില്ലകളിൽ മാറി മാറി പറന്ന് പരിഭവിക്കുന്നുണ്ട്. തൻ്റെ ഇണയുടെ ശബ്ദത്തിനായി കാതോർത്ത് ഓരോ നിമിഷവും കൂടിന് പുറത്ത് മഴയും മഞ്ഞും സഹിച്ച് കാത്തിരിക്കുന്നു. സ്വപ്നങ്ങൾ പൊതിഞ്ഞു വെച്ച ഓരോ ഇലത്തുമ്പിലും അടർന്നു പോകാനാവാതെ മഞ്ഞിൻ കണം. ഒരു ദിവസം ആ കിളിയും പറന്നുപോയി. ഒഴിഞ്ഞ കൂടുമായി മരം തനിച്ചായി. പ്രിയപ്പെട്ട ആ കിളിയുടെ ചിറകടിക്കായി, അതിൻ്റെ നിർത്താതെയുള്ള ശബ്ദത്തിനായി, കൊടുത്താലും ലഭിച്ചാലും മതിവരാത്ത സ്നേഹത്തിനായി ആ മരവും കാത്തിരിക്കുന്നു. നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാ ജീവനുകളും. അവർക്ക് പ്രിയപ്പെട്ടൊരു ശബ്ദം നഷ്ടമാകുമ്പോൾ ഒറ്റപ്പെടലും വേദനയും എല്ലാം ഉണ്ടാകും. രാവും പകലും നമ്മളെ വിടാതെ പൊതിഞ്ഞിരുന്ന ഒരു ശബ്ദം പെട്ടെന്നൊരു ദിവസം നിൽക്കുമ്പോൾ മനസ്സ് ഭ്രാന്തമാകാൻ വേറെന്ത് വേണം? പലർക്കും മനസ്സ് പലപ്പോഴും കൈവിട്ടു പോകും, അല്ലേ? അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വിജയം. വിളഞ്ഞു കിടക്കുന്ന ഒരു ഗോതമ്പ് പാടം പോലെ നമ്മൾ സന്തോഷത്തിന്റെ സമൃദ്ധിയിലേക്ക് മാറണം. എല്ലാ ദിവസവും ഒരേ പാട്ടുകൾ കേൾക്കാതെ പല പാട്ടുകളെ പ്രണയിക്കുക. നമ്മൾ വേഴാമ്പലിന്റെ കഥ കേട്ടിട്ടില്ലേ? നിത്യഹരിത വനങ്ങളുടെയും ഇലപ്പൊഴിയും കാടുകളിലെയും സുന്ദരികൾ, അതിസുന്ദരികൾ. ആരും കൊതിക്കുന്നൊരു ദാമ്പത്യമാണ് അവരുടേത്. ജീവിത അവസാനം വരെ ഒരൊറ്റ പങ്കാളി മാത്രമേ അവർക്കുണ്ടാകൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഉപേക്ഷിച്ചു പോകുന്നതിന്റെ വേദനയുണ്ടാകില്ല. അതിന്റെ സൗന്ദര്യം പോലെ തന്നെ ജീവിതവും വളരെ മനോഹരമാണ്. അവയുടെ കൂടുകൾ ഏറ്റവും വലിയ വൃക്ഷത്തിലെ ഏറ്റവും ഉയർന്ന കൊമ്പിലെ പൊത്തിലായിരിക്കും. ആ പൊത്തിലിരുന്നാൽ കാട് മുഴുവൻ പൂക്കുന്നത് കാണാൻ പറ്റും. മുട്ട വിരിയാനായി പെൺപക്ഷി പൊത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തന്റെ മനോഹരമായ തൂവലുകളെല്ലാം പൊഴിച്ച് ഒരു മെത്തയൊരുക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരമ്മയുടെ ത്യാഗം. പ്രകൃതിയിലെ ഏതൊരമ്മയെക്കാളും തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിക്കുന്ന ഒരമ്മ. പൊത്തിനുള്ളിൽ കയറിയാൽ മരത്തിന്റെ തൊലിയും ചെളിയും കൊണ്ട് പൊത്ത് പൂർണ്ണമായും അടയ്ക്കും. കൊക്ക് പുറത്തേക്കിടാൻ മാത്രമായി ഒരു കിളിവാതിലുണ്ടാകും. മുട്ട വിരിയുന്ന 1.5 മാസത്തിലേറെ പെൺകിളി കൂട്ടിൽ തന്നെ ഇരിക്കും. അതിനുവേണ്ടിയുള്ള ഭക്ഷണം ശേഖരിച്ചു കൊണ്ട് കൊടുക്കുന്നത് ആൺകിളിയാണ്. കാടായ കാടെല്ലാം കറങ്ങി നടന്ന് ഭക്ഷണം ശേഖരിച്ച് തിരികെ എത്തും. മുട്ട വിരിയുന്നത് വരെ പഴങ്ങൾ മാത്രമേ തൻ്റെ പെണ്ണിന് കൊടുക്കാറുള്ളൂ. എന്തൊരു കരുതലാണല്ലേ! അസ്തമനം വരെ പലപ്പോഴായി തീറ്റ തേടി കൊടുത്തു കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ തൊട്ടടുത്ത മരക്കൊമ്പിൽ കാവലിരിക്കും. അവർ കണ്ണുകളിലൂടെ സ്വപ്നങ്ങൾ കൈമാറും. മൗനമായൊരു താരാട്ടുപാട്ടിൽ അവളെ ഉറക്കും. ഒരു അച്ഛൻ്റെ വാത്സല്യം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പും. മുട്ട വിരിഞ്ഞ് പിന്നെയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞാലേ അവൾ പുറത്തിറങ്ങും. ആ സമയം കൊണ്ട് പെണ്ണിന് പുതിയ തൂവലുകളൊക്കെ വന്ന് തടിച്ചു കൊഴുത്ത് കൂടുതൽ സുന്ദരിയാകും. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആൺകിളിക്ക് ഇരട്ടിപ്പണിയാണ്. അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം ശേഖരിക്കണം, അവരെ ഊട്ടണം, അങ്ങനെ കുറേ പണികൾ. നമ്മുടെയൊക്കെ അച്ഛനെ പോലെ. ഈ സമയത്ത് എപ്പോഴെങ്കിലും ആൺകിളി വരാൻ വൈകിയാലോ, ചിലപ്പോൾ വരാതെ ഇരുന്നാലോ, അമ്മയും കുഞ്ഞുങ്ങളും അവന്റെ ചിറകടിക്കായി കാതോർത്തിരിക്കും. മലമുഴക്കി എത്തുന്ന ആ ശബ്ദം ദിവസങ്ങളോളം കേൾക്കാതെ ആയാൽ ആ കാടിനുള്ളിൽ ആരും അറിയാതെ പല ജന്മങ്ങൾ ഇല്ലാതെയാകും. ഒരിക്കലും ഒരു ആൺകിളിക്കും എത്ര അറിയാത്ത ദൂരങ്ങൾ പോയാലും വഴി തെറ്റാതെ ഇരിക്കട്ടെ. ഒരാപത്തും സംഭവിക്കാതെ നിറയെ പഴങ്ങളുമായി തിരികെ എത്തട്ടെ, അല്ലേ? കഥകൾ പറഞ്ഞു പറഞ്ഞ് ഇന്നത്തെ ഹൃദയപൂർവ്വത്തിന്റെ സമയം തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. പുതിയ വിശേഷങ്ങളുമായി, പുതിയ കഥകളുമായി നമുക്ക് അടുത്ത ആഴ്ച കേട്ടുമുട്ടാം. ഇപ്പോൾ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.